ബീച്ചിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല ഗൈസ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഭയങ്കര പ്രൈവറ്റ് ആയുള്ള ബീച്ച്, ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ബീച്ച്. ഈ ബീച്ചിൽ വേറെ ആരെയും കാണാൻ കിട്ടുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വ്ളോഗ്സ് മാത്രമേ ഉള്ളൂ. ആപ്പാടെ നമ്മൾ കണ്ട റൊമാനിക്കയാണ്, വേറെ ആരും ഇവിടെ ഇല്ല ഗൈസ്. നിങ്ങൾ നോക്കൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹിഡൻ ബീച്ചിലാണ്. ഈ ബീച്ച് വരുന്നത് കണ്ണൂർ കാസർഗോഡ് ഹൈവേയിലുള്ള നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നീലേശ്വരത്തിന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് പുളിമൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബീച്ചുള്ളത്. അപ്പോൾ ഈ ബീച്ചിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട് വൈകിട്ട്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന വെയിലാണ്. പക്ഷെ നമ്മൾ ഈ ബീച്ചിൽ അധികം ടൂറിസ്റ്റൊന്നും കണ്ടില്ല. ഗൈസ്, ഈ ചേട്ടൻ ചൂണ്ട ഇടുവാണ്. അപ്പോൾ പുള്ളി പറയുന്നൊന്നും മീനൊന്നും കിട്ടിയില്ലെന്ന്. ഇന്ന് എത്ര എണ്ണം വെച്ച് കിട്ടാറുണ്ട് ചെമ്പല്ലിയൊക്കെ? ശരി, വ്ളോഗാണ്. എല്ലായിടത്തുള്ളത് പോലെ തന്നെ ഓക്കെ. ചേട്ടൻ എല്ലാ ദിവസം വരാറുണ്ടോ ഇവിടെ മീൻ പിടിക്കാൻ? ഇടക്കിടക്ക്. ആഹാ, ശരി. ചാനലിൻ്റെ പേര് ട്രാവൽ ടെയിൽസ് വിത്ത് റോഹിത്. യൂട്യൂബ് എടുത്തിട്ട് സെർച്ച്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുവാണേ. ഗൈസ്, നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി ഗൈസ്. റഹ്മാൻ ചേട്ടൻ, റഹ്മാനിക്ക. അപ്പം റഹ്മാനിക്ക കാണാട്ടോ. ഓക്കെ. ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണിത്. നമുക്ക് ഇത്രയും പ്രൈവറ്റ് ആയിട്ടൊരു ബീച്ച് വേറെ കിട്ടാനില്ല കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത്. ഗൈസ്, നമ്മളിപ്പോൾ കടൽപ്പാലം വഴി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്കൊരു ബോട്ട് കാണാം, മത്സ്യബന്ധന ബോട്ട് കാണാം. നമുക്ക് കടലിലേക്ക് ഇറങ്ങാമല്ലേ. നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ വിജനമായൊരു ബീച്ചാണ്. ഭയങ്കര ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബീച്ചിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾ പോലും ഇല്ല ഈ ബീച്ചിൽ. ഗൈസ്, ഈ ബീച്ച് ഭയങ്കര പീസ്ഫുള്ളാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. ഗൈസ്, നമ്മളിപ്പോൾ ആ കടൽപ്പാലത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് തിട്ടയിൽ പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ വ്യൂ എന്ന്. ഗൈസ്, നമ്മൾ അവിടുന്ന് നടന്നു വന്നത്. അവിടെ നടന്നു വന്നിട്ട് ഇതാ ഈ ബീച്ചിൻ്റെ ഇതിലൂടെ നടന്നു. അത് നടന്നിട്ട് നമ്മൾ നേരെ വീണ്ടും കടൽപ്പാലത്തിൽ കയറി. നമ്മളിപ്പോൾ എന്താ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ വേറൊരു കടൽപ്പാലമുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഈ കടൽപ്പാലത്തിൻ്റെ എൻഡിലേക്കാണ്. അവിടെ മേലെ പോയി നോക്കാം അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഗൈസ്, ഞാൻ കേരളത്തിൻ്റെ പല ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ളതും ഇത്രയും വൃത്തിയുള്ള വേറെ ബീച്ച് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഞാനിപ്പോൾ ആ കടൽപ്പാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഇവിടുത്തെ വല്ല പാല് പോലെ ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ ആ കടൽപ്പാലത്തിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കടൽപ്പാലത്തിൻ്റെ അറ്റത്തുനിന്നുള്ള വ്യൂ പോയിന്റ്. ഇവിടുന്ന് കടൽ കുറച്ച് അടുത്തുകൂടെ കാണാം ഗൈസ്. നമ്മൾ അതിലൂടെയാണ് വന്നത്. ഇതൊരു പോസ്റ്റാണല്ലോ, വെളിച്ചമുള്ളൊരു സോളാർ പോസ്റ്റാണ് വഴി കാണിക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ അതിലൂടെയാണ് വന്നത്. ആ കാണുന്നതാണ് കാറ്റാടി മരങ്ങളുടെ ഒരു ചെറിയൊരു ഫോറസ്റ്റ്. ഗൈസ്, ഈ ഏരിയ നിറച്ചും കാറ്റാടി മരങ്ങളാണ്. ഗൈസ്, ഇതിലൂടെയാണ് കടലിലേക്ക് പോകുന്നത്. നിങ്ങൾ കണ്ണൂരിൽ നിന്നോ കാസർഗോഡിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ബീച്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഹിഡൻ ജെമ്മാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ബീച്ചാണിത്. കാരണം ഇത്രയ്ക്കും അടിപൊളിയും ഇത്രയ്ക്കും പീസ്ഫുള്ളും വൃത്തിയുള്ള ഒരു ബീച്ച് വേറെ ഞാൻ കണ്ടിട്ടില്ല ഈ കണ്ണൂരും കാസർഗോഡ് ഏരിയയിൽ. അമ്മാതിരി അടിപൊളി ബീച്ചാണ്, ഒന്നും പറയാനില്ല. എടാ, മീനെ കിട്ടിയോ? ഒന്നുമില്ല. ചിലപ്പോൾ ഇന്ന് ഭാഗ്യമില്ല ചേട്ടൻ. സോ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു പുതിയ ലൊക്കേഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ഗുഡ് ബൈ.